മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്ററിന് കായിക താരങ്ങൾ സ്വീകരണം നൽകി. മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് പരിപാടി നടന്നത്. പാലാ മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്ററിന് കായിക താരങ്ങളും കായിക പ്രേമികളും ചേർന്ന് സ്വീകരണം നൽകി. മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ തങ്കച്ചൻ മാത്യു സ്വാഗതം ആശംസിച്ചു. മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ പുനർനിർമ്മാണം എത്രയും പെട്ടെന്ന് ആരംഭിക്കുമെന്നും ജോസ് കെ മാണി MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഓപ്പൺ ജിംനേഷ്യത്തിന്റെ ഉദ്ഘാടനം ഉടൻ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നെപ്പറ്റി ഇത്ര നല്ല വാക്കുകൾ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ഇത്ര നല്ല വാക്കുകൾ പറഞ്ഞതിന് ആദ്യമായി നിങ്ങളോട് എല്ലാവരോടും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് പറയുന്നു. ആ കൂടെ ഒരു സന്തോഷം നമുക്കിന്ന് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടെ ഞാനിവിടെ വെച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ കാര്യം എല്ലാവരും തന്നെ പറഞ്ഞു. ഇന്ന് 15-ാം തീയതി ഇന്നാണ് നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ ടെൻഡർ ഓപ്പൺ ചെയ്യുന്ന ദിവസം. ഇന്ന് സെൻറ്റർ ഓപ്പൺ ചെയ്യും. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, ഒത്തിരി ആൾക്കാരുടെ ടെൻഡർ അതിൻ്റെ ഉണ്ടാവണമേ എന്ന്. കാരണം ടെൻഡർ ഇല്ലാതെ പോയാൽ 7 കോടി രൂപയുടെ പ്രൊജക്റ്റാണ്. ഇല്ലാതെ പോയാൽ വീണ്ടും റീടെൻഡർ വരും, വീണ്ടും നീണ്ടുപോകും. നമുക്ക് ഈ മെയ്യൊക്കെ ഏപ്രിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ മഴയാകും. അതിന് മുമ്പ് എങ്ങനെയെങ്കിലും ട്രായ്ക്കൊന്ന് തീർക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ലൂക്കോസ് മാത്യു, തങ്കച്ചൻ PD, സതീഷ് കുമാർ KP, ബോസ്, ഷാജി ഇമാനുവൽ, ഡോക്ടർ സിനി തോമസ്, ജിജി തയ്യൽ, മാർട്ടിൻ മാത്യു, സിജു ജോസഫ്, മനോജ് കുമാർ, സ്റ്റേഡിയത്തിൽ പരിശീലനം നേടുന്ന അൽഫോൺസ കോളേജിലെ കുട്ടികളും ജെംസ് അക്കാദമിയിലെ കുട്ടികളും അൽഫോൺസ അക്കാദമിയിലെ കുട്ടികളും ഭരണങ്ങാനം ഹൈസ്കൂളിലെ കുട്ടികളും ഭരണങ്ങാനം സ്കൂളിലെ കുട്ടികളും സെന്റ് തോമസ് ഹൈസ്കൂളിലെയും കോളേജിലെയും കുട്ടികളും പരിപാടിയിൽ പങ്കെടുത്തു. ഡോക്ടർ ബോബൻ ഫ്രാൻസിസ് ചടങ്ങിൽ നന്ദി പറഞ്ഞു. ഐഫോറിയ ന്യൂസ്, പാലാ.